ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞ ആമസോൺ പ്രൈം വീഡിയോയിൽ ഇറങ്ങിയ പുതിയ സീരീസിൻ്റെ റിവ്യൂ ആണ്. ഓഫ് ക്യാമ്പസ് 8 എപ്പിസോഡ് ഉണ്ട്. ഈ ഒരു സംഭവം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. സോഷ്യൽ മീഡിയ ഫുള്ളും ട്രെൻഡിങ് ആണ്. ബട്ട് ഇതിൻ്റെ വ്യൂവേഴ്സ് മോസ്റ്റ്ലി ഗേൾസ് ആണ് ഇതിൻ്റെ മോസ്റ്റ്ലി വ്യൂവേഴ്സ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം കണ്ടത്. ആൻഡ് ഇറ്റ് മേക്സ് പെർഫെക്റ്റ് സെൻസ്. എന്തുകൊണ്ടാണ് ഗേൾസ് ആണ് ഇതിൻ്റെ മെയിൻ വ്യൂവേഴ്സ് എന്നുള്ളത്. ഇറ്റ്സ് എ വെരി ഫാഷൻ, ഭയങ്കര ഒരു ഓഫ് ക്യാമ്പസ്. ബട്ട് പഠിത്തമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ പഠിത്തം പ്രതീക്ഷിക്കരുത്. മെയിൻ ആയിട്ടുള്ളത് സ്പോർട്സ്, കളികൾ ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ഇത് എന്തുകൊണ്ടാണ് മോസ്റ്റ്ലി ഗേൾസ് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ഒരു ഫാഷൻ ആണെങ്കിലും ഒരു ഭയങ്കര ഫാൻറ്റസി ടൈപ്പ് ഓഫ് വേൾഡാണ്, വളരെ കളർഫുൾ ആയിട്ടുള്ള വേൾഡാണ്. ഇതിൽ ഭയങ്കരമായിട്ട് ഒബ്ജക്റ്റിഫിക്കേഷൻ കുറേ ഒബ്ജക്റ്റിഫൈങ് പരിപാടിയാണ് കൂടുതൽ. മോസ്റ്റ്ലി മെന്നിനെയാണ് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്, ഗേൾസിനെക്കാളും കൂടുതൽ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഇത് 8 എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞാൻ ഇതിടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കിത് പറ്റൂലെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ ഒരു എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ വ്യൂവർ ഞാനല്ല. എനിക്ക് പറ്റിയ സീരീസ് അല്ല. ലൈക്ക് ഇതെല്ലാം ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് കുടിക്കുന്ന ആണുങ്ങൾ, ലൈക്ക് ഇതിനെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഓക്കെ, ഞാൻ ഇതിൻ്റെ വ്യൂവർ അല്ല. ബട്ട് ഈ ഒരു വീഡിയോ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒരു എപ്പിസോഡെങ്കിലും കാണണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സംഭവം കണ്ടത്. എൻ്റെ മുന്നേ ബേസിക്കലി അവരുടെ ജീവിതം, കുറച്ച് ടീനേജേഴ്സിൻ്റെ ലൈഫ്, അതാണ് ഈ സീരീസ്. അത്രേ ഉള്ളൂ. ഒരു എയിമോ അല്ലെങ്കിൽ തുടക്കത്തിന് ഒരു എയിമുണ്ട്, ഈ കൊലപാതകം കണ്ടുപിടിക്കണം, തുടക്കം വരെ അവസാനം വരെ, എന്നിട്ട് അവസാനം കണ്ടുപിടിക്കണം, അങ്ങനെ എന്തൊരു എയിം ത്രൂ ഔട്ട് സീരീസ് പോകുന്ന അങ്ങനെയൊന്നുമില്ല. കുറച്ച് കഥാപാത്രങ്ങൾ, അവരുടെ കഥ, അത്രേ ഉള്ളൂ. ബട്ട് അറ്റ് ദി എൻഡ് ഈ സീസണല്ല, ഈ എപ്പിസോഡിൻ്റെ എൻഡിൽ ഒരു ചെറിയൊരു എയിം പറയുന്നുണ്ട്. ഓക്കെ, ഇത് നീ ചെയ്ത് തന്നാൽ ഞാനിത് ചെയ്തു തരാം എന്നിട്ട് അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കി പോകുന്നുണ്ട്. സോ ആ ഒരു സ്റ്റോറി നമുക്ക് ഫോളോ ചെയ്യാം. ആ ഒരു സ്റ്റോറി ഏകദേശം എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഇപ്പം തന്നെ പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കഥയാണ്. ആൻഡ് ദിസ് ലൈക്ക് നമ്മളല്ല ഗേൾസ്, ഹോസ്റ്റലിൽ നിൽക്കുന്ന ഗേൾസും അവരുടെ കൂട്ടുകാരികളെ വിളിച്ച് പാടി നമുക്കൊരു സാധനം കാണാന്ന് പറഞ്ഞത് എല്ലാവരും കൂടി കണ്ട് ചിരിക്കുന്ന സംഭവമില്ലേ, അതാണിത്. ഇതിൽ നമ്മളില്ല ആക്ച്വലി. ഇത് നമ്മൾ കാണാനും പറ്റില്ല, കണ്ടാവധി എന്ന് പറയില്ല, നമ്മൾ കാണാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. ലൈക്ക് അവരെ ഫോക്കസ് ചെയ്തുണ്ടാക്കിയ, ലൈക്ക് സ്ത്രീകളെയും മോസ്റ്റ്ലി ഫോക്കസ് ചെയ്തുണ്ടാക്കിയ ഒരു സീരീസാണ്. അത് വളരെ വിസിബിൾ ആണ്. പിന്നെ ആണുങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, ലൈക്ക് ഒരു ഫണ്ടിന് വേണ്ടി, ലൈക്ക് നല്ലൊരു കോളേജ് ലൈഫ്, അത്യാവശ്യം വേണ്ടി എൻജോയിങ്, ലൈക്ക് ഭയങ്കര പാസിബിൾ ആയിട്ടുള്ള സംഭവം. അതാണ് എനിക്ക് ബേസിക്കലി ഓൺ ക്യാമ്പസ് ആയിട്ട് തോന്നുന്നത്. ഞാൻ ഓൺ ക്യാമ്പസ് എന്നേ പറയുള്ളൂ. എല്ലാവരും വളരെ ഓണാണ്, ഒരു രീതിയിലും ആരും ഓഫല്ല, ഒരു മൂഡ് ഔട്ട് പോലും ഇല്ല. ജസ്റ്റ് നെക്സ്റ്റ് എന്താണ്, അടുത്ത പാർട്ടി എവിടെയാണ്, അടുത്ത പരിപാടി എന്താണ്, അങ്ങനെയൊക്കെയാണ്. ബട്ട് സ്റ്റിൽ ഒരു സ്റ്റോറി ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു ക്യാരക്ടറിൻ്റെ ഒരു പാഷൻ, അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അത്യാവശ്യം മെറ്റീരിയൽ ഉണ്ട്, അല്ലാതെ വെറുതെ ഒരു സോപ്പ് ഓപ്പറ സംഭവമല്ല, ഒരു നോൺ ക്വാളിറ്റി സംഭവമല്ല. ഒരു അത്യാവശ്യം ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ പോകാനും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഒരു സ്ട്രെങ്ത് ഉണ്ട് ഈ ഒരു സീരീസിന്. അതുകൊണ്ട് ഈ സംഭവം ഡെഫിനറ്റ്ലി ആളുകാർക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ഒരു നല്ലൊരു ആവറേജ് ആയിട്ടല്ല, ഒരു അത്യാവശ്യം ഗുഡ് ഇനഫ് സീരീസ് ആയിട്ട് ഇത് മാറും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. അത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ക്ലിയർ ആയി. ഇനി ഞാൻ ഇത് കാണുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ മേ ബി ഇനിയും 2 എപ്പിസോഡ് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്നിട്ട് എനിക്കത് ദഹിക്കുമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വീണ്ടും കാണാം. അല്ലാതെ നമ്മൾ സ്വന്തം ടോർച്ചർ ചെയ്ത് ഞാൻ ഒരിക്കലും ഒരു സംഭവം എനിക്ക് കാണാൻ താല്പര്യമില്ല. അത് കാരണമാണ് ഞാൻ ഈ സംഭവത്തിൽ നിന്നും മേ ബി കാണില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി ഹോപ്പ്ഫുള്ളി ഈ നല്ല എപ്പിസോഡാണെങ്കിൽ രണ്ടാമതും കാണാൻ നോക്കാം. അത് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒറ്റ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എപ്പിസോഡ് ഇടുന്നുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.